നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇൻസൾട്ട് ചെയ്യാറുണ്ടോ? കളിയാക്കാറുണ്ടോ? ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇൻസൾട്ട് ഫീൽ ആവത്തില്ല. കഴിവില്ലാത്തവന്റെ പ്രധാനപ്പെട്ട ആയുധമാണ് ഈ കളിയാക്കൽ എന്ന് പറയുന്നത്. ഇൻസെക്യൂരിറ്റിയും കുശുമ്പും ഉള്ളവരാണ് കൂടുതലായിട്ട് കളിയാക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റേ കാം. അതായത് നമ്മളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ കളിയാക്കുന്നത്. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാതിരിക്കുക. നമ്മൾ മാക്സിമം സമാധാനത്തോട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് ആണ് എക്സ്പ്രസ് യുവർ ഫീലിംഗ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ സംഭവം ഇഷ്ടപ്പെട്ടില്ല, അവർ കളിയാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ പറയാം, നീ സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇനി നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് സംസാരിക്കത്തില്ല, നമ്മൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞു മനസ്സിലാക്കി. അടുത്ത പോയിന്റ് ആണ് സിംപ്ലി ഇഗ്നോർ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഓഫീസിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുമ്പോൾ ഒരാൾ ചോദിക്കുന്നത് എന്ത് ഡ്രസ്സാടാ, എന്ത് കോലാടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് അത് ഇഗ്നോർ ചെയ്യുക. നമ്മൾ ചുറ്റും വേറെ ആരെയും ഉണ്ടെങ്കിൽ എടാ ആനുവൽ ബഡ്ജറ്റിന്റെ കാര്യം എന്തായി, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് ആ ടോപ്പിക്കിൽ നിന്ന് മൊത്തത്തിൽ മാറ്റുമ്പോൾ അവർക്കത് ഫീൽ ആവും. അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇഗ്നോർ ചെയ്ത് അതിന് തള്ളിക്കും. നാലാമത്തെ ടെക്നിക്കാണ് യൂസ് ഹ്യൂമർ. അതായത് ഇപ്പോൾ നമ്മൾ ഓഫീസിൽ ഒരു ദിവസം ലേറ്റ് ആയിട്ട് വരികയാണ്, അവർ ചോദിക്കും നമ്മളെ കളിയാക്കിയിട്ട് എന്താ എല്ലാ ദിവസവും ലേറ്റ് ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെയല്ലേ നമ്മളെ ഗുരുക്കന്മാരിക്കും, അപ്പോൾ നിങ്ങളെ കണ്ടിട്ടല്ലേ പഠിക്കും. തിരിച്ചുള്ള കളിയാക്കൽ അതാവുമ്പോൾ പെട്ടെന്ന് അവർ കളിയാക്കൽ നിർത്തും. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരാൾ കളിയാക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷമ ചെയ്യും, നമ്മൾ സമാധാനത്തോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷമ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ആവും. രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിക്കാം, നമ്മളെ ലേണിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവുന്നത്. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് അവർ കളിയാക്കിയത്, നമ്മൾ ഇനി അത് എന്ത് ശ്രദ്ധിച്ചാൽ നമ്മൾ അവർ കളിയാക്കാതിരിക്കും എന്നൊക്കെ ഉള്ള നമ്മളെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നു. പിന്നെ ഇങ്ങനെയുള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇനിയും കുറച്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.